സംഘടനമില്ല. ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. പ്രിയമുള്ളവരെ, ഇടതുപക്ഷ രാഷ്ട്രീയത്തിനോടൊപ്പം നിന്ന് വലതുപക്ഷ രാഷ്ട്രീയ ശക്തികളുടെ പോരാളിയായി ഈ രാജ്യത്ത് അനുവദിക്കില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇടതുപക്ഷ ഗവൺമെന്റിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും അപകീർത്തിപ്പെടുത്തുന്ന നഷ്ടപ്പെടുത്തുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊടുത്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിഷേധ പ്രകടനമില്ല. ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. പ്രിയമുള്ളവരെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെയും പറയുന്ന പ്രതിഷേധ പ്രകടനമില്ല. ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ ഇൻക്വിലാബിന്റെ തിരിച്ചടിക്കും സൂക്ഷിച്ചോ, തിരിച്ചടിക്കും സൂക്ഷിച്ചോ, തിരിച്ചടിക്കും സൂക്ഷിച്ചോ. പിടിച്ചുകൊണ്ട് CPIM-ന്റെ പ്രതിഷേധ പ്രകടനമില്ല. ഈ വാഹനത്തിന് തൊട്ടുപിന്നാലെ ഇൻക്വിലാബിന്റെ മന്ത്രധ്വനികൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ വാഹനത്തിന് തൊട്ടുപിന്നാലെ കടന്നുവരുന്നു. വലതുപക്ഷ രാഷ്ട്രീയ ശക്തികളുടെ പോരാളിയായി മാറി ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും ഇടതുപക്ഷ ഗവൺമെന്റിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും പുലർത്തും പറയുക, TVNനെ ഒറ്റപ്പെടുത്തുക. CPIM-ന്റെ പ്രതിഷേധ പ്രകടനമില്ല. ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. അനവധി നോക്കി നിൽക്കൂ. ആദരണീയനായ സഖാവ് പിണറായി വിജയനെയും അതുപോലെ തന്നെ CPIM-നെയും സമൂഹത്തിൽ താറടിച്ചു കാണിക്കുന്നതിന് വേണ്ടിയുള്ള നിരവധിയായിട്ടുള്ള കള്ളപ്രചരണങ്ങളുമായി
രംഗത്ത് വന്നിരിക്കുകയാണ്. അൻവർ ഉന്നയിച്ചിട്ടുള്ള എല്ലാ വിഷയങ്ങളും ഗവൺമെന്റും പാർട്ടിയും പരിശോധിക്കുമെന്ന് ഗവൺമെന്റിന്റെയും പാർട്ടിയുടെയും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആവർത്തിച്ച് പറഞ്ഞിട്ടും അതൊന്നും ബോധ്യപ്പെടാതെ ഈ നാട്ടിലുള്ള കമ്മാടിക്കൂട്ടങ്ങളായിട്ടുള്ള ഒരു പറ്റം ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, തന്റെ കള്ളക്കടത്ത് ലോബിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇല്ലാത്ത കഥകൾ പറഞ്ഞുണ്ടാക്കി. അൻവറിന്റെ യഥാർത്ഥ മുഖം കേരളത്തിൽ വ്യക്തമായിരിക്കുകയാണ്. 4 ദിവസം മുമ്പ് മുഖ്യമന്ത്രി നടത്തിയ പരാമർശത്തിൽ അദ്ദേഹം സ്വർണ്ണക്കടത്തുകാരുടെ ദല്ലാളാണ്, അല്ലെങ്കിൽ ഈ പറയുന്നതെല്ലാം സ്വർണ്ണക്കടത്തുകാർക്ക് വേണ്ടിയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതോടുകൂടിയാണ് ഞാൻ മുഖ്യമന്ത്രിയെയും തള്ളി പറയുന്നത് എന്നാണ് 2 മണിക്കൂർ നീണ്ട പ്രസംഗത്തിനിടയിൽ അൻവർ പറഞ്ഞത്. അതിനുവേണ്ടി അൻവർ കൊണ്ടുവന്നിരുത്തിയ 2 പേരുണ്ട്. 2 വീഡിയോകളിലായി അൻവർ ഇരുത്തിയ 2 പേരും മലപ്പുറം ജില്ലയിലെ അറിയപ്പെടുന്ന സ്വർണ്ണക്കടത്തിന്റെ കാരിയർമാരാണ്. അവരുമായി എന്താണ് അൻവറിന്റെ ബന്ധം എന്നതാണ് ആദ്യം പരിശോധിക്കേണ്ടത്. അൻവറെ മലപ്പുറം ജില്ലയിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി 2 തവണ നിലമ്പൂർ മണ്ഡലത്തിൽ മത്സരിച്ച് ജയിച്ച് MLA ആയതാണ്. അൻവറിനെ ഒരു തെരഞ്ഞെടുപ്പിൽ പൊന്നാനി ലോകസഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയാക്കിയതാണ്. അതിനു മുമ്പ് അൻവർ കോൺഗ്രസുമായി തെറ്റിവന്ന് ഏറനാട് മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുള്ള ആളാണ്. അൻവർ ആദ്യം ഇന്നലെ വിളിച്ച് ബാക്കി എല്ലാ പത്രസമ്മേളനത്തിലും പറഞ്ഞത് പിണറായി വിജയൻ എനിക്ക് പിതാവിനെ പോലെയാണ്. പിണറായി വിജയനാണ് എൻ്റെ അവസാനത്തെ വാക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എൻ്റെ അവസാനത്തെ വാക്ക് എന്നാണ് ഇന്നലെ വരെയുള്ള, അതിനു മുമ്പുള്ള നടന്ന എല്ലാ പത്രസമ്മേളനത്തിലും അൻവർ ആവർത്തിച്ചുകൊണ്ടേയിരുന്നത്. എന്നാൽ ഇന്നലെ മാറി. സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗോടുകൂടി 2.5% മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ.